സാധാരണ ഒരു ആണ് കാരണം പെണ്ണ് പ്രഗ്നന്റ് ആകും. പക്ഷെ ഒരു പെണ്ണ് കാരണം ആണ് പ്രഗ്നന്റ് ആവുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയിൽ ഒരു ആണ് പെണ്ണ് കാരണം പ്രഗ്നന്റ് ആവുകയാണ്. പക്ഷെ അതിന്റെ പുറകില് കുറേയധികം ദുരൂഹതകളും കുറേയധികം രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ആ രഹസ്യങ്ങൾ എന്താണെന്ന് പറയുന്ന 2021 ഗേൾ ഫ്രം നോവെയറിൽ പ്രഗ്നന്റ് എന്ന് പറയുന്ന എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പെച്ച് എന്ന് പറയുന്ന ഒരു പ്രഗ്നന്റ് ആയ പെൺകുട്ടിയാണ്. ഈ ലോകത്ത് നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷെ രണ്ടാളുടെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് പിന്നീട് ഒരാളിലേക്ക് മാത്രം കുറ്റം ചാർത്തുന്നു. പെച്ച് ക്ലാസ്സിലേക്ക് പോകുന്ന അതേ വഴിയിൽ തന്നെ ഞാനേ എന്ന് പറയുന്ന നമ്മുടെ നായകനും ഓപ്പോസിറ്റ് ഡയറക്ഷനായി വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. പെച്ചിന്റെ അവസ്ഥയ്ക്ക് കാരണം ഞാനെയാണ്. താൻ ജീവിതകാലം നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവളെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു. നാനയുടെ പ്രണയ നാടകം എന്ന കുഴിയിൽ പെച്ച് വീണെന്ന് വേണം തന്നെ പറയാൻ. കാരണം പെച്ചിന് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കാം, പക്ഷെ നാനയ്ക്ക് ഇത് തന്നെയായിരുന്നു പണി. ആ സ്കൂളിലെ ഏറ്റവും വലിയ പ്ലേ ബോയ് ആണ് നാനെ. പുതിയതായി വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ തന്റെ കണ്ണിന് പിടിക്കുന്ന പെൺകുട്ടികളെ പ്രണയിച്ച് വരയിലാക്കിയതിനു ശേഷം പ്രഗ്നന്റ് ആക്കും. പിന്നീട് അവരെ നൈസായി ഒഴിവാക്കും. നാനെ കാരണം പല പെൺകുട്ടികളും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ പണക്കാര പയ്യനായതുകൊണ്ട് സ്കൂൾ അധികൃതർ എപ്പോഴും കണ്ണടച്ചു കൊടുക്കും. ഇങ്ങനെ പ്ലേ ബോയ് കളിച്ച് പല പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചതിന് ശേഷം സ്കൂളിലൂടെ തേരാപാര നടക്കുന്ന സമയത്താണ് അവന്റെ വലയിലേക്ക് പുതിയൊരു പെൺകുട്ടിയും കൂടി വന്നു വീഴുന്നത്. അവളുടെ പേരാണ് ഞാനോ ആ സ്കൂളിലെ പുതിയ അഡ്മിഷൻ ആണ്. അതിനാൽ തന്നെ ഞാനെ പറ്റി വലിയ കാര്യമായി ഞാനോയ്ക്ക് അറിയുകയില്ല. അടുത്ത സീനിൽ കാണിച്ചിരിക്കുന്നത് ഞാനോ പുതിയ അഡ്മിഷൻ ആയതുകൊണ്ട് ക്ലാസ്സിൽ വന്ന അവളെ എല്ലാവർക്കും ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനോയെ കണ്ട നാനയ്ക്ക് വളരെയധികം സന്തോഷം തോന്നും. കാരണം ഒരേ ക്ലാസ്സിലായതുകൊണ്ട് അവന് പണി കുറച്ച് കുറഞ്ഞു കിട്ടുമെന്ന് അവൻ വിചാരിക്കും. പുതിയ അഡ്മിഷൻ ആണ്, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവിടെയുള്ള ചെക്കന്മാരെല്ലാം ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ അതിൽ ശ്രദ്ധിക്കുന്നത് ഞാനോയാണ്. ഞാനോ അതായത് നമ്മുടെ നായിക ഞാനെ നോക്കും, ഞാനെയും തിരിച്ച് നാനോയെ നോക്കും. ഈ കാര്യം ഇവളുടെ അടുത്തിരിക്കുന്ന ഒരു പെങ്കൊച്ച് കാണും. ഇത് കാണുന്ന ആ പെങ്കൊച്ച് നാനോയോട് അവന്റെ സ്വഭാവത്തിനെ പറ്റി പറയും. അതായത് സ്കൂളിലുള്ള പെൺപിള്ളേരെ എല്ലാം പ്രഗ്നന്റ് ആക്കി ലാസ്റ്റ് അവരെ എല്ലാം ഒഴിവാക്കുകയാണ് ഇവന്റെ പണിയെന്നും ഇവനൊരു പ്ലേ ബോയ് ആണ് എന്നൊക്കെ. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നാനോയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ലഞ്ച് ടൈം ആയിരിക്കുകയാണ്. നാനോയുടെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. വന്നു കയറി ഫസ്റ്റ് ഡേ തന്നെ ഒരു പ്ലേ ബോയുടെ കൂടെയാണ് അവളുടെ കറക്കം. ഇതിനെപ്പറ്റി അവിടെയുള്ള മറ്റു കുട്ടികളും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം കടന്നു പോയിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് 3000 വർഷം പഴക്കമുള്ള സുഹൃത്തുക്കളെ പോലെ അല്ലെങ്കിൽ പ്രണയ ജോഡികളെ പോലെയാണ് അവരിപ്പോൾ പെരുമാറുന്നത്. കൃത്യം 3ാമത്തെ ദിവസം പെച്ച് വാഷ്റൂമിൽ വെച്ച് നാനോയോട് നമ്മുടെ സ്കൂളിൽ നിന്നെയും നാനയും പറ്റി ഒരു ബെറ്റ് നടക്കുകയാണ്. എന്താണ് ആ ബെറ്റ് എന്ന് ഞാനോ ചോദിക്കുമ്പോ പെച്ച് പറയും, ഞാനെ എത്ര ദിവസത്തിനുള്ളിൽ നിന്നെ വളച്ചെടുക്കുമെന്നുള്ളതാണ് ബെറ്റ്. ഇത് കേൾക്കുന്ന ഞാനോ വളരെ റൂഡായിട്ട് നിന്നെ എത്ര ദിവസം കൊണ്ടാണ് വളച്ചെടുത്തത് എന്ന് പെച്ചിനോട് ചോദിക്കും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഞാനോയും നാനയും ഒരു ലോക്കർ റൂമിൽ നിൽക്കുന്നതാണ്. അവിടെ വെച്ച് അവർ രണ്ടാളും ഇന്റിമേറ്റ് ആകാനാണ് പ്ലാനിങ്. ഞാനോടെ സമ്മതത്തിന് വേണ്ടി ഞാൻ നിന്നെ ജീവിതകാലം മുഴുവൻ നോക്കിക്കോളാം, നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, അങ്ങനെ കുറെ പഞ്ചാര വാക്കുകൾ പറയും. അങ്ങനെ അവസാനം ഞാനയും അതിന് സമ്മതിക്കും. ശേഷം ക്ലാസ്സിൽ വന്ന ഞാനെ തന്റെ കൂട്ടുകാരനോട് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല താൻ 3 ദിവസം 3 മണിക്കൂർ 30 മിനിറ്റിനുള്ളിലാണ് ഒരു പെണ്ണിനെ പ്രണയിച്ച് എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തത് എന്നുള്ള രീതിയിലും സംസാരിക്കും. ഇതേ സമയം ക്ലാസ്സിലെ കുട്ടികള് നാനോയും ബെറ്റ് വെച്ച പൈസ എല്ലാം പുറത്തെടുക്കും. അതിൽ ആരാണ് വിന്നർ ആയത് അയാൾക്ക് പൈസ കൊടുക്കും. ആ ബെറ്റിനുള്ളിൽ 1 ദിവസത്തിനുള്ളിൽ പ്രണയിക്കും, 2 ദിവസത്തിനുള്ളിൽ, 3 ദിവസം, അങ്ങനെ ദിവസക്കണക്കാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ആരാണ് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തത് അവർക്കാണ് ആ പൈസ. ഇങ്ങനെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാനോ അങ്ങോട്ട് വരുന്നത്. ഞാനോ ഇതെല്ലാം കണ്ടിട്ടും വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. ശേഷം ആ ബെറ്റ് നോട്ടുകളിൽ നിന്ന് ഒരു നോട്ട് ഞാനും എടുക്കും. അതിൽ എഴുതിയിരിക്കുന്നത് 3 ദിവസം 3 മണിക്കൂർ 30 മിനിറ്റ് എന്നാണ്. ആ എഴുതി വെച്ചത് ഞാനോ ആണ്. അതായത് മുൻകൂട്ടി നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാനോയ്ക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങൾ ആ സ്കൂളിലുള്ള വേറെ ആർക്കും അറിയുകയില്ല. ബെറ്റിന്റെ പ്രകാരം ഞാനോ ആണ് വിന്നർ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആ പൈസ എല്ലാം ഞാനോ എടുത്തുകൊണ്ട് പോകും. പോകുന്ന സമയത്ത് അവൾ ഞാനേ കാണും. ഇത് കാണുന്ന ഞാനേക്ക് നല്ല ദേഷ്യം വരും. പക്ഷെ അവളോട് ഒന്നും പറയുകയില്ല. പിന്നീട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം വളരെ സ്ട്രെസ് ആയ ഞാനെ വാഷ്റൂമിൽ നിൽക്കുന്ന നാനോയുമായി ഇന്റിമേറ്റ് ആവാൻ ശ്രമിക്കും. എന്നാൽ ഞാനോ അവനോട് വളരെ വീഗാർഡായിട്ടാണ് പെരുമാറുന്നത്. ഇത് കാണുന്ന ഞാനെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി പോകും. മാത്രമല്ല തനിക്ക് നാനോയുമായി ബ്രേക്കപ്പ് വേണമെന്നും അവളോട് പറയും. ഇത് കേൾക്കുന്ന ഞാനോ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് കരഞ്ഞുകൊണ്ട് അവനോട് തന്നെ വിട്ട് പോകരുതെന്നും ഞാനേ ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും മറ്റു പെൺകുട്ടികളെ പോലെ താനും ആകുമെന്നും ഒക്കെ കരഞ്ഞുകൊണ്ട് പറയും. ഇത് കേൾക്കുന്ന ഞാനെ അവളുടെ വാക്കുകളൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ പെൺകുട്ടികളെ ഒഴിവാക്കിയതുപോലെ നാനോയെയും ഒഴിവാക്കും. ഈ സമയമാണ് കരഞ്ഞുകൊണ്ടിരുന്ന ഞാനോ പെട്ടെന്ന് ഒരു സൈക്കോയെ പോലെ പൊട്ടിച്ചിരിക്കുന്നത്. ശേഷം നാനയോട് നീ ഇങ്ങനെ തന്നെയല്ലേ മറ്റു പെൺകുട്ടികളോടും ചെയ്യുന്നത്, അതിന്റെ അർത്ഥം നിനക്ക് ഇതാണ് ഇഷ്ടമെന്നാണല്ലോ, അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിനും ഞാൻ നിന്നു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല, വരികയില്ല. പക്ഷെ ഇതിന് ശേഷം നിനക്കൊരു മാറ്റം വരുമെന്ന് പറഞ്ഞ് ഞാനും അവിടുന്ന് പോകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഞാനേ ഇതൊന്നും വലിയ കാര്യമാക്കി മൈൻഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവന്റെ വലയിൽ വീണ്ടും ഒരു പെണ്ണ് വീണിരിക്കുകയാണ്. മുൻപ് ഞാനോട് ചെയ്തതുപോലെ അവളുമായി ഇന്റിമേറ്റ് ആകാൻ ആ സെയിം ലോക്കർ റൂമിലേക്ക് ഞാനേ ആ പുതിയ പെണ്ണിനെ കൊണ്ട് പോകും. അവർ ഇന്റിമേറ്റ് ആകാൻ നേരമാണ് ഈ പെണ്ണ് ഞാനയുടെ വയറ് കണ്ട് പേടിച്ചോടി പോകുന്നത്. കാരണം ഞാനയുടെ വയറ് ഇപ്പൊ ഒരു സാധാരണ വ്യക്തിയുടെ വയറ് പോലെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ആ പെണ്ണ് മൂലം ഈ ഒരു വിഷയം സ്കൂൾ മുഴുവൻ അറിയും. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാനേക്ക് എന്തോ അസുഖമാണെന്നാണ്. മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും ഞാൻ
നാനയുടെ അവസ്ഥ വളരെയധികം മോശമായിക്കൊണ്ടേയിരുന്നു. ആഹാരം കഴിക്കാതിരിക്കാൻ തോന്നുകയും ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം കാണുന്ന നാനയുടെ അച്ഛനും അമ്മയും കൂട്ടുകാരും ഒക്കെ നിനക്ക് എന്ത് പറ്റി, പല അസുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ അവൻ മാറിപ്പോകും. ഒരു ഘട്ടമായപ്പോൾ നാനയുടെ വയറ് വീണ്ടും മുൻപത്തേക്കാൾ ഏറെ വലുപ്പം വെക്കും. അത് കാരണം അവൻ ക്ലാസ്സിൽ വരുമ്പോൾ ജാക്കറ്റും ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇതിൽ നിന്നുള്ള സ്ട്രെസ് മാറാൻ വേണ്ടി നാന വീണ്ടും ഒരു പെണ്ണിനെ പ്രണയിക്കും. ശേഷം അവളുമായി അതേ സെയിം ലോക്കർ റൂമിലേക്ക് പോയി ഇന്റിമേറ്റ് ആകാൻ ശ്രമിക്കും. പക്ഷെ ആ പെണ്ണും നാനയുടെ ഈ അവസ്ഥ കണ്ട് അവിടുന്ന് പേടിച്ചോടി പോകും. തനിക്ക് എന്താണ് പറ്റിയത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ഡോക്ടറിനെ കാണും. ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് നീ ട്രാൻസ്ജെൻഡർ ആണോ, ഇല്ലെങ്കിൽ നിന്റെ ഓർഗൻസിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയി നീ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കേൾക്കുന്ന ഞാനെ പറയും ഇല്ല, ഞാൻ പ്യൂർ ആയിട്ട് ഒരു ബോയ് തന്നെയാണെന്ന്. ശേഷം ഡോക്ടർ പറയും ഞാനെ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഇത്രയും നാളിന്റെ വർക്കിന്റെ ഇടയിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കേസ് ഡോക്ടർ കാണുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ഞാനെ പൈസയ്ക്ക് വേണ്ടി ഡോക്ടർ കള്ളം പറയുകയാണെന്ന് പറയും. നിനക്ക് സംശയമുണ്ടെങ്കിൽ വേറെ വല്ല ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ എന്ന് ഡോക്ടർ പറയും. സ്കൂളിലെത്തിയ ഞാനയോട് അവന്റെ ഫ്രണ്ട് നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഞാനെ താൻ പ്രഗ്നന്റ് ആണെന്ന് പറയും. ഇതേ സമയം ഇവനീ പറഞ്ഞത് ഞാനോ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഇപ്പൊ സ്കൂൾ മുഴുവൻ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നാനയ്ക്ക് താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. അതായത് താൻ കാരണം എത്ര കുട്ടികൾ ആത്മഹത്യയുടെ വക്കിലെത്തി, താൻ കാരണം എത്ര പേര് ഇപ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതെല്ലാം. തന്റെ ഈ അവസ്ഥ കാരണം ഇപ്പോൾ ഞാനെ സ്കൂളിലൊന്നും പോകുന്നില്ല. മാത്രമല്ല താൻ മറ്റുള്ളവരോട് ചെയ്തതെല്ലാം ഓർത്ത് ഇപ്പൊ ഞാനേക്ക് കുറ്റബോധം വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഘട്ടമാകുമ്പോൾ ഞാനയുടെ അച്ഛൻ കുറച്ച് പൈസ അവന് കൊടുത്തതിന് ശേഷം അവനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഒറ്റയ്ക്കൊന്നും ചെയ്യാനോ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനോ ഒന്നും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ അബോർഷൻ പിൽസ് കഴിക്കും. എന്നാൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. പകരം കുറെ അധികം ബ്ലഡ് വോമിറ്റ് ചെയ്യും. ആ ശ്രമം പാഴായിരിക്കുകയാണ്. പിന്നീട് ഒരു കത്തി ഉപയോഗിച്ച് സ്വയം വയറ്റിൽ കുത്താൻ തീരുമാനിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറിൽ ആരോ വന്ന് തട്ടുന്നത്. അത് ഞാനോ ആയിരുന്നു. ഡോറിന്റെ വാതിലില് ഒരു ലെറ്റർ ഇട്ടിട്ടാണ് അവള് പോയത്. അതിലുണ്ടായിരുന്നത് നീ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയത് എന്നുള്ളത് നിനക്കറിയാമോ അല്ലെങ്കിൽ അറിയണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് ഉത്തരം അന്വേഷിച്ച് ഞാൻ പെണ്ണിന്റെ വേഷത്തിൽ ഡ്രസ്സ് ധരിച്ച് വിഗ് എല്ലാം വെച്ച് നാനോയെ കാണാനായി സ്കൂളിലേക്ക് പോകും. ശേഷം അതിനുള്ള മറുപടി നാനോട് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ കാരണമാണ് നീ പ്രഗ്നന്റ് ആയത് എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് പോകും. പിന്നീട് ഞാനെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് പെച്ചിനെ കാണുന്നത്. ഇപ്പോൾ ഞാനയ്ക്ക് താൻ ചെയ്ത തെറ്റ് മനസ്സിലായിരിക്കുകയാണ്. അവളോട് മാപ്പ് പറയും. പക്ഷെ പെച്ച് ഇപ്പോൾ അതെല്ലാം മറന്ന് അവനോട് ക്ഷമിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. പെച്ച് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇതേ സമയം അബോർഷൻ ചെയ്യാൻ ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നാൽ കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തിയതുകൊണ്ടും ആ കുട്ടിയെ കൊല്ലാനുള്ള മനസ്സ് തോന്നാത്തത് കൊണ്ടും ഡോക്ടർ ആ കുട്ടിയെ പുറത്തെടുത്തിരിക്കുകയാണ്. ഇത് കാണുന്ന ഞാൻ നിങ്ങൾക്ക് പൈസ തന്നതല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഡോക്ടർ തന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും. അടുത്ത സീനിൽ കാണിച്ചിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന ഞാനെയാണ്. ഞാനേക്ക് ഒരു പെൺകുട്ടിയാണ്. വിശപ്പ് കാരണം ആ കുഞ്ഞ് കിടന്ന് കരയുകയാണ്. എന്നാൽ ഞാനെ ഇത് കണ്ടിട്ടും കാണാത്തത് പോലെ ഇരിക്കും. പക്ഷെ കുഞ്ഞ് വീണ്ടും വീണ്ടും കരയുന്നത് കേൾക്കുമ്പോൾ അവൻ ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വന്ന ഞാനെ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അതിന്റെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ അവൻ അങ്ങനെ ചെയ്യാൻ തോന്നുകയില്ല. ശേഷം കുഞ്ഞിന്റെ വിശപ്പ് മാറാൻ വേണ്ടി ഞാനോ തന്റെ ബ്രസ്റ്റ് മിൽക്ക് അതിന് കൊടുക്കും. കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് വീണ്ടും ഡോറിൽ ആരോ വന്ന് തട്ടുന്നത്. ആരാണെന്ന് ഞാനെ വന്ന് നോക്കുമ്പോൾ അത് ഞാനോ ആണ്. താൻ ചെയ്തത് തെറ്റാണെന്നും താൻ ആ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു, ഇത് നമ്മുടെ കുട്ടിയാണെന്നും നീ എന്റെ ഭാര്യയായി തിരിച്ചു വരണമെന്നെല്ലാം ഞാനോ നാനയോട് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന ഞാനോ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയതിനു ശേഷം അവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോകും. ഞാൻ തിരിച്ചു പോകുന്ന സമയത്താണ് കുറേയധികം ഫോട്ടോസ് അവളുടെ മുൻപിൽ കിടക്കുന്നത് കാണുന്നത്. ആ ഫോട്ടോസിനെ പിന്തുടർന്ന് പോകുന്നത് അവൾ ആ വീടിന്റെ ടെറസിന്റെ മുകളിലാണ്. കുറച്ചു മുൻപ് നാനയോട് സംസാരിച്ചതിന്റെ വരെയുള്ള ഫോട്ടോസ് അവിടെ കിടപ്പുണ്ട്. ആ ഫോട്ടോസ് പിന്തുടർന്ന് വന്ന അവള് ഒരു മതിലായി സീ യു സൂൺ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണും. ആ സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ തീരുന്നത്. തായ് ലാംഗ്വേജ് പ്രകാരം നാനോ എന്ന് പറയുന്നത് കർമ്മ അല്ലെങ്കിൽ പക എന്നതാണ് അർത്ഥം. ഇവിടെ നാനോ എന്ന് പറയുന്ന കഥാപാത്രം ഒരു സാത്താന് തുല്യമായാണ് കാണിച്ചിരിക്കുന്നത്. താൻ ചെയ്ത ബലത്തിന്റെ കർമ്മമാണ് നാനയ്ക്ക് ഈ നാനോ എന്ന് പറയുന്ന കഥാപാത്രം കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ശാപം പോലെ അല്ലെങ്കിൽ ഒരു കർമ്മം പോലെ. ചുരുക്കം പറഞ്ഞ നാനോ എന്ന കഥാപാത്രം ഒരു മനുഷ്യനല്ല, പക്ഷെ അവള് കാരണമാണ് നാനെ പ്രഗ്നന്റ് ആയത്. എന്നാൽ ആ പ്രഗ്നന്റ് ആവാനുള്ള കാരണം അവൻ ചെയ്ത കർമ്മ